ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെയുള്ള കുറ്റപത്രം ഇന്ന് തൊടുപുഴ സെഷൻസ് കോടതിയിൽ വായിക്കാൻ സാധ്യത. 2022 ജനുവരി 10 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് ഇടയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലിയുടെ നേതൃത്വത്തിലുള്ള കൊലയാളി സംഘം ധീരജിന്റെ ജീവനെടുത്തത്. ജോസിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. നമ്മൾ ഒരിക്കലും മറക്കില്ല ധീരജ് എന്ന പേര്. ജോസിൽ, ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയായ നിഖിൽ പൈലിയെ വളരെ ഉത്തരവാദിത്വമുള്ള പദവികൾ കൊടുത്താണ് കോൺഗ്രസ് നേതൃത്വം ആദരിച്ചത്. ഇപ്പോഴും നിഖിൽ പൈലി ആ പദവികളിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടക്കിയ മനസാക്ഷിയുള്ളവരുടെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ചെയ്തിയാണ് ഗാന്ധി ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2022 ജനുവരി 10 കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുമ്പോൾ പോളിംഗ് അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ശേഷിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോളേജിന് വെളിയിലേക്ക് ഇറങ്ങി വരികയായിരുന്ന SFI പ്രവർത്തകരായ വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടത്. അന്ന് ധീരജിന് മാത്രമല്ല പരിക്കേറ്റത്, അതോടൊപ്പം തന്നെ അന്ന് SFI പ്രവർത്തകരായ ധീരജിനൊപ്പമുള്ള അഭിജിത്തിനും അമലിനുമെല്ലാം പരിക്കേറ്റിരുന്നു. ഈ 3 പേരെയും അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ധീരജിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അതുപോലെ തന്നെ അഭിജിത്തിനും അമലിനുമെല്ലാം ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ ഒരു അക്രമം ഉണ്ടായ ഘട്ടത്തിൽ മുതൽ ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഈ കൊലയാളി ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ ധീരജിന്റെ കുടുംബമടക്കം മുൻകാലങ്ങളിൽ ത്രിവർണ്ണ കൊടി പിടിച്ചിരുന്ന കോൺഗ്രസിന്റെ ഒന്നാന്തരം പ്രവർത്തകരായിരുന്നു. അവരുടെ എല്ലാം മുഖത്തു നോക്കിയാണ് KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ ഇരന്നു വാങ്ങിയ മരണം എന്ന് പരിഹസിച്ചത് ധീരജിന്റെ മരണത്തെ. അതെല്ലാം നമ്മൾ മറന്നിട്ടില്ല. അത് മാത്രമല്ല, അതിനുശേഷം ഈ കോൺഗ്രസിന്റെ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്റ്റാർ ക്യാമ്പയിനർമാരായി ഈ കൊലയാളി സംഘം മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലടക്കം ഇവർ ഈ കൊലയാളി സംഘം പ്രവർത്തകരായി മാറി. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ വിവാഹ സൽക്കാര വേളയിൽ പ്രധാന അതിഥികളായും ഈ കൊലയാളി നമ്മുടെ മുൻപിലുണ്ട്. ആ പറയുന്ന വിഷയങ്ങളെല്ലാം, അതിൽ KPCC അധ്യക്ഷന്റെ പ്രതികരണം, പിന്നീട് ഈ നിഖിൽ പൈലിയൊക്കെ നടത്തിയ ഇടപെടലുകൾ, അവർക്ക് കിട്ടിയ സ്ഥാനങ്ങൾ, പദവികൾ, ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ട്. അത് പൊതുസമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യും.